എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഷിയാനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ബൈക്കോക്കിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് കരയുമായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്ന നമ്മുടെ സീവയ്ക്ക് ഭയങ്കര സങ്കടമാവും. അവൻ വിചാരിക്കും അതായത് ഷിയാൻ്റെ വിഷമങ്ങൾക്കെല്ലാം കാരണം അവൻ മാത്രമായെന്ന്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവിടെ നമ്മുടെ ഷിയാൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കാണ്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഷിയാൻ പഠിക്കാനായിട്ടിരിക്കാൻ നേരത്ത് അവളുടെ അമ്മയാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് പാല് കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് പറയും, മോളെ നീ ഒരുപാട് നേരം ഉണർന്നിരിക്കുകയൊന്നും വേണ്ട, നീ വേഗം തന്നെ കയറി കിടന്ന് ഉറങ്ങുക എന്ന്. അവിടെ ഷിയാനാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അവളുടെ വീടിന് പുറത്തായിട്ട് നമ്മളുടെ സിഒ വരും. അവനാണെങ്കിൽ വന്ന് നിൽക്കുന്നതും അവന് ഓർമ്മ വരുന്നത് ഷിയാനാണെങ്കിൽ ബൈക്കോങ്ങിൻ്റെ അടുത്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവിടെ നിന്ന് ഒന്നും മിണ്ടാണ്ട് അങ്ങ് തിരിഞ്ഞു നടന്നു. അവൻ ഷിയാനെ കാണാനേ ശ്രമിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ സിഒയുടെ ക്ലാസ്സിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അവനാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലായിട്ട് വരും. അവിടെ എത്തുന്നത് നമ്മളുടെ ഷിയാനാണെങ്കിൽ അവന് മെസ്സേജ് അയച്ചിട്ട് കൺഗ്രാറ്റുലേഷൻസ് പറയും. ഇത് കാണുന്നത് നമ്മളുടെ സിഒ ആണെങ്കിൽ അവൾക്ക് താങ്ക് യു പറഞ്ഞിട്ട് അവൻ കോളേജിലായിട്ട് കയറും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തന്നെ സ്കൂളിലുള്ള ഒരു സാറിൻ്റെ അടുത്ത് ഒരു ചെറുക്കൻ വന്നിട്ട് അവൻ്റെ ഒരു പ്രോജക്റ്റ് കാണിക്കുന്നതാണ്. ഇത് കാണുന്നത് സാറ് പറയും, നല്ല രസമുണ്ട്, നീ ഇത് ഇനി വരുന്ന കോമ്പറ്റീഷനിൽ കാണിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. തൊട്ട് മുമ്പിലായിട്ട് തന്നെ നമ്മുടെ സിവ ഉണ്ടായിരുന്നു. സിവയും ആ സാറും കൂടി നിന്ന് സംസാരിക്കും. ഈ ചെറുക്കനാണെങ്കിൽ സിവയെ സംസാരിക്കുന്നതൊക്കെ കേൾക്കും. അതായത് അവന് മനസ്സിലാവും, അതായത് സിവയുടെ അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ ഇവിടുത്തെ ഒരു പ്രൊഫസറായിരുന്നു എന്ന്. അവനിതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഫ്രഷേഴ്സ് ഡേയുടെ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സിവെ വന്നിട്ട് സ്പീച്ച് കൊടുക്കും. ഇത് കാണുന്നത് ഒരു പെണ്ണാണെങ്കിൽ ഇവനെ നല്ലതുപോലെ സ്കെച്ച് ചെയ്ത് വെക്കും. എന്നിട്ടാണെങ്കിൽ അടുത്തിരിക്കുന്ന ചെറുക്കനടുത്ത് പറയും, നമ്മുടെ ക്ലാസ്സിൽ എന്ത് സുന്ദരനായിട്ടുള്ള ചെറുക്കനാ ഉള്ളത്, നോക്കിക്കോ ഇവനെ ഞാൻ സ്വന്തമാക്കിയിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിയാനയാണ്. അവളാണെങ്കിൽ ഷദ്ദീനെ വിളിച്ചിട്ട് സംസാരിക്കും. ഷദ്ദി അവിടെ പറയും, ഞാനൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ അത്ര ബിസിയൊന്നും അല്ലല്ലോ, എന്നാലും സിവ എന്താ നിനക്ക് നല്ലതുപോലെ റിപ്ലൈ ഒന്നും തരാതെ, എന്തോ ഒരു സംഭവം ഉണ്ട്, അല്ലാണ്ട് അവൻ ഇങ്ങനൊന്നും ചെയ്തില്ല, നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത ആഴ്ച തന്നെ അവനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ കോളേജിലായിട്ട് ചെല്ലെന്നും പറഞ്ഞിട്ട് ഷദ്ദി അവളെ ഉപദേശിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ സിഒ ആണെങ്കിൽ അവൻ്റെ കോളേജിലായിട്ട് വരുന്നതാണ്. അവിടെ എത്തുന്നതും അവൻ്റെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നൊരു പെണ്ണില്ലേ, അവളാണെങ്കിൽ വന്നിട്ട് സിഒ എടുത്ത് പറയും, ഞാൻ നിൻ്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ ആഗ്രഹിക്കുന്നുണ്ട്, നീ എൻ്റെ ഫ്രണ്ട് ആവോ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ സിഒ ആണെങ്കിൽ അവളുടെ അടുത്ത് പറയും, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവൻ്റെ ലാബിലായിട്ട് അങ്ങ് വരും. അവിടെ എത്തുന്നതും സാറാണെങ്കിൽ എല്ലാവർക്കും ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കും. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ സിയുവേനാണെങ്കിൽ അതിൻ്റെ ലീഡറും ആക്കും. സിയുവേനെ കാണാൻ വേണ്ടിയിട്ട് ആ പെണ്ണാണെങ്കിൽ അവിടേക്ക് വരും. അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, നീ എന്താ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഫ്രണ്ട് ആവാനല്ലേ ആഗ്രഹിച്ചത് എന്ന്. എന്നാൽ നമ്മളുടെ സിയുവയ്ക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ അവിടുത്തെ ക്യാമ്പസിലെ ഒരു ഗ്രൂപ്പിലായിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ സിയുവയുടെ അച്ഛനാണെങ്കിൽ തിരുമറിയൊക്കെ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അവനും ഈ കോളേജിൽ ജോയിൻ ചെയ്തത് എന്ന്. ഇത് കാണുന്നേ സിയുവെ ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. പോരാ തന്നെ പിള്ളേരെല്ലാവരും നമ്മളുടെ സിയുവേനെ കുറ്റം പറയാൻ തുടങ്ങും. ഇത് കാണുന്നേ നമ്മുടെ സിയുവ ആണെങ്കിൽ അതാരാണ് പോസ്റ്റ് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ്റെ കൂടെ തന്നെ ലാബിലുള്ള ഒരു ചെറുക്കനാ ചെയ്തത് എന്ന്. അങ്ങനെ നമ്മുടെ സിയുവ വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ എന്തിനാ ഇങ്ങനെ കാണിച്ചത്, എനിക്ക് മനസ്സിലായി നീയാണ് ഈ പരിപാടി ചെയ്തത് എന്ന്. അപ്പോൾ ആ ചെറുക്കനാണെങ്കിൽ പറയും, നീ ആണെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ പവർ വെച്ചിട്ടല്ലേ ഇവിടേക്ക് വന്ന് ജോയിൻ ചെയ്തത്, നീ നിൻ്റെ അച്ഛനെ പോലെ അങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കാണ്ടിരുന്നാൽ കൊള്ളാം. ഇത് കേൾക്കുന്നേ നമ്മുടെ സിയുവയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവനാണെങ്കിൽ ആ ചെറുക്കനെ എടുത്തിട്ട് അങ്ങ് അടിക്കും. എന്നാൽ ഇതിൻ്റെ ഇടയിലായിട്ട് ആ പെണ്ണ് കയറി വരും. അതുകൊണ്ട് തന്നെ നമ്മളുടെ സിവെ അടികൂടുന്നതിൻ്റെ ഇടയിലായിട്ട് ഈ പെണ്ണിന് ചെറിയൊരു പരിക്ക് വരും. അവസാനം നമ്മളുടെ സിവെ ഭയങ്കര റെസ്പോൺസിബിൾ ആവും. അതായത് ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതേസമയം തന്നെയാണ് നമ്മളുടെ ഷിയാൻ അവിടേക്ക് വരുന്നത്. അവളാണെങ്കിൽ നമ്മളുടെ സിവെനെ നോക്കി നടക്കാൻ നേരത്ത് അവസാനം അവൾ കാണുന്നത് തന്നെ സിവെ ഒരു പെണ്ണിൻ്റെ കൂടെ കയ്യും പിടിച്ച് നടന്നു പോകുന്നതാണ്. ഇത് കാണുന്നേ നമ്മളുടെ ഷിയാൻ ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായിപ്പോൾ. അവൾ വിചാരിക്കും സിവയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഗേൾ ഫ്രണ്ടായി, അതുകൊണ്ടാണ് അവൻ അവളുടെ മെസ്സേജിനൊന്നും റിപ്ലൈ കൊടുക്കാത്തേ എന്ന്. അങ്ങനെ നമ്മളുടെ ഷിയാൻ തിരിച്ചവളുടെ വീട്ടിലോട്ട് വരും. കാറിലിരിക്കാൻ നേരത്ത് അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവൾ അങ്ങനെ സിവയ്ക്ക് മെസ്സേജ് അയക്കും, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ബിസിയല്ലേ, നമുക്ക് നമ്മുടെ പഠിത്തത്തിൽ ശ്രദ്ധിച്ചല്ലേ പറ്റൂ, അതുകൊണ്ട് നമുക്കിടയിൽ ഇനിയൊരു കോണ്ടാക്റ്റും വേണ്ട എന്ന്. അങ്ങനെ നമ്മളുടെ ഷിയാനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഡയറിയിൽ എഴുതും, എന്തൊക്കെയായിരുന്നാലും സിവയ്ക്ക് ഞാനിപ്പോൾ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഞാൻ അവന് വേണ്ടിയിട്ടാണ് ആ കോളേജിൽ പഠിക്കാൻ തന്നെ ആഗ്രഹിച്ചത്. എന്നാൽ അവനാണെങ്കിൽ എല്ലാത്തിൽ നിന്നും മൂവ് ഓൺ ആയിട്ടുണ്ട്, എനിക്കാണെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല, ഞാനും മൂവ് ഓൺ ആവുമെന്നും പറഞ്ഞിട്ട് അവളുടെ ഡയറിയിൽ എഴുതും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സിയുവയും അതേപോലെ തന്നെ ഷിയാനും കൂടി അവരവരുടെ ഡ്യൂട്ടിയിലൊക്കെ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത്
പഠിക്കുകയും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ കുറച്ച് നാൾ കഴിയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിയാനാണെങ്കിൽ ഇരുന്ന് പഠിക്കുന്നതാണ്. അതേസമയം തന്നെ അവിടെ റേഡിയോയിൽ ഒരു ന്യൂസ് പ്ലേ ആവും. അതായത് ഇപ്പോൾ 2012 നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തതുപോലെ തന്നെ ഭൂമിയിലെ അവസാനത്തെ ദിവസം വന്ന് എത്തിയിട്ടുണ്ട്. അതിന് ശേഷം എന്ത് സംഭവിക്കുന്നത്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിയാനാണെങ്കിൽ ഒരു കാര്യം ആലോചിക്കും. അതായത് അവളാണെങ്കിൽ ഒരിക്കൽ സീവയുടെ കൂടെ 2012 സിനിമ കാണാൻ പോയതിനു ശേഷം അവരിതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. ആ സമയത്ത് നമ്മുടെ സീവയാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, അതായത് ഭൂമി അവസാനിക്കുവാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ആ സിനിമയിൽ കണ്ടതുപോലെ തന്നെ നടക്കണമെന്നാ. എന്നാൽ നമ്മുടെ ഷിയാൻ അവിടെ പറയും, എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഫയർ വർക്കൊക്കെ നടത്തി ഞാൻ അതിനെ എൻജോയ് ചെയ്യണമെന്നാ. അങ്ങനെ അവൾ ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഫയർ വർക്ക് വരും. ഇത് കാണുന്നേ നമ്മളുടെ ഷിയാനാണെങ്കിൽ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരും. അതായത് അവൾ ഇക്കാര്യം സീവയെടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സീവയുടെ പണി തന്നെ ആയിരിക്കും. അങ്ങനെ അവളാണെങ്കിൽ വേഗം തന്നെ ആ ഫയർ വർക്ക് എവിടെയാണോ നടന്നത് ആ സ്ഥലത്തായിട്ട് ഓടിയെത്തും. എന്നാൽ അവിടെ എത്തുന്നതും അവിടെ സീവയില്ലായിരുന്നു. പകരം അവൻ്റെ ഒരു ബാഡ്ജ് മാത്രമാണ് തറയിൽ കിടക്കുന്നത്. ഇത് കാണുന്നേ നമ്മളുടെ ഷിയാൻ ഒരു കാര്യം കൺഫേം ആവും. അതായത് സീവയ്ക്ക് ഇപ്പോഴും അവളെ ഇഷ്ടമാണ് എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഷിയാനാണെങ്കിൽ ആ ബാഡ്ജ് എടുത്ത് വെച്ചിട്ട് അതിനെ നോക്കിയിട്ട് പറയും, സീവേ നീ എനിക്ക് വേണ്ടിയിട്ട് ആ യൂണിവേഴ്സിറ്റിയിലായിട്ട് വെയിറ്റ് ചെയ്യണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ എക്സാമൊക്കെ പാസ്സായിട്ട് ആ കോളേജിലായിട്ട് അഡ്മിഷൻ എടുത്ത് ഫസ്റ്റ് ഡേ അങ്ങോട്ട് വരുന്നതാ. ഇതേ സീൻ തന്നെയാണ് നമ്മൾ ഈ സീരീസിന്റെ തുടക്കത്തിലും കണ്ടത്. അങ്ങനെ നമ്മുടെ ഷിയാനാണെങ്കിൽ നേരെ വരുന്നത് നമ്മളുടെ സീവയുടെ ആ ഡോർമെട്രിയിലെ അവിടെയായിട്ടാണ്. അവിടെ വന്നിട്ട് അവൾ അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവളെ കയറ്റി വിടത്തില്ല. അങ്ങനെ നമ്മളുടെ ഷിയാനാണെങ്കിൽ ആ ഡോർമെട്രിയുടെ പുറത്ത് നിന്ന് ഭയങ്കരമായിട്ട് വലിയ വയല് ബേളം വെക്കാൻ തുടങ്ങും. അങ്ങനെയാണ് എല്ലാവരും വീഡിയോ എടുക്കുന്നത്. ആ വീഡിയോ നമ്മളുടെ സീവയെ കാണുന്നതും വേഗം തന്നെ അവനാണെങ്കിൽ അവളെ കാണാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തോട് ഓടി വരും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇത്രയും കാലം ഞാൻ എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച സീക്രട്ട് അവസാനം എൻ്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുക എന്ന്. അങ്ങനെ അവനാണെങ്കിൽ നമ്മുടെ ഷിയാൻ്റെ അടുത്ത് വന്നിട്ട് അവളുടെ പേര് വിളിക്കും. എന്നിട്ട് അവർ രണ്ടുപേരോട് മാറിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങും. അവിടെയാണെങ്കിൽ നമ്മളുടെ ഷിയാൻ അവൻ്റെ അടുത്ത് പറയും, അതായത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിൻ്റെ കൂടെ ഈ യൂണിവേഴ്സിറ്റി വരാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തെന്ന് നിനക്കറിയാവോ എന്ന്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ സീവയാണെങ്കിൽ പറയും, അതിനകത്തൊന്നും ഇപ്പോൾ യാതൊരു കാര്യവും ഇല്ല, നീ എന്തിനാ ഇവിടോട്ട് വന്നത്, നീ പോയി റെസ്റ്റ് എടുക്കുക, നല്ലതുപോലെ പഠിക്കണം എന്നൊക്കെ. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിയാൻ പറയും, നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാൻ നിനക്ക് എന്തുമാത്രം മെസ്സേജൊക്കെ അയച്ചു, എന്നിട്ട് എന്താ നീ എനിക്ക് ഒന്നിനും റിപ്ലൈ തരാഞ്ഞേ. അപ്പോൾ നമ്മുടെ സീവയെ പറയും, ഞാൻ എൻ്റെ നമ്പർ ചേഞ്ച് ആക്കിയായിരുന്നു അതുകൊണ്ടായെന്ന്. ഷിയാനാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, നിനക്ക് എൻ്റെ സീക്രട്ട് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ, എനിക്ക് നന്നായിട്ട് അറിയാം, നിനക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. എന്നാൽ നമ്മളുടെ സീവ എവിടെ പറയും, അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അതൊക്കെ പണ്ട് നടന്നതാണ്, അതൊക്കെ നമ്മളിപ്പോൾ മറന്നിട്ട് മൂവ് ഓൺ ചെയ്യേണ്ട സമയമായി എന്ന്. എന്നാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ അവിടെ ഓപ്പണായിട്ട് അവൻ്റെ അടുത്ത് അവൾക്ക് ഇഷ്ടമാണ് എന്ന് പറയും. എന്നാൽ നമ്മുടെ സീവയെ പറയും, എനിക്കിപ്പോൾ റിലേഷൻഷിപ്പിൽ വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല, എനിക്കതിന് താല്പര്യവും ഇല്ല, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്, നീ വേഗം തന്നെ നിൻ്റെ ഡോർമെട്രിയിൽ പോയി റെസ്റ്റ് എടുക്കുക എന്ന്. എന്നാൽ നമ്മുടെ ഷിയാനാണെങ്കിൽ അവൻ പോകുന്നതിന് മുന്നേ ആയിട്ട് അവൻ്റെ കയ്യിലായിട്ട് ആ റോബോട്ടിനെ എടുത്തു കൊടുക്കും. എന്നിട്ട് അവൾ പറയും, നിനക്ക് ഒന്നും ഓർമ്മയില്ലേ, നീ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചേഞ്ചായി പോയല്ലോ എന്ന്. എന്നാൽ നമ്മളുടെ CEO ആണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് വലിയ മൈൻഡൊന്നും ആക്കാണ്ട് അവിടെ നിന്ന് അങ്ങ് പോകും. ഷിയാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ CEO ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലായിട്ട് വരുന്നതാണ്. അവൻ അവിടുത്തെ നഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഇവിടുത്തെ ബില്ല് പേ ചെയ്തോ എന്ന്. അപ്പോൾ അവർ പറയും, ബില്ല് പേ ചെയ്തിട്ടില്ല, നിങ്ങൾ വേഗം തന്നെ ബില്ല് പേ ചെയ്യണമെന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ CEO ഭയങ്കര അപ്സെറ്റ് ആവും. അപ്പോഴും തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്കും കാണിക്കും. അതായത് നമ്മളുടെ CEO ആണെങ്കിൽ ഷിയാന് വേണ്ടിയിട്ട് ആ ഫയർ വർക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് വരത്തില്ലേ, ആ സമയത്ത് അവൻ്റെ അമ്മയുടെ കോള് വരും. എന്നിട്ട് പറയും, മോനെ നീ വേഗം തന്നെ ഇവിടോട്ട് വരണം, അച്ഛന് നല്ല സുഖമില്ല എന്ന്. അങ്ങനെ നമ്മളുടെ CEO വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത്. ആ സമയത്ത് തന്നെയാണ് അവൻ്റെ ബാഡ്ജും താഴെയായിട്ട് വീഴുന്നത്. നമ്മളുടെ CEO ആണെങ്കിൽ വിചാരിക്കും, എനിക്കാണെങ്കിൽ എൻ്റെ ഫാമിലിനെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴാണോ ഞാൻ നിന്നെ പറ്റി ഇനി ചിന്തിക്കാൻ പോകുന്നത്, എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ അവളുടെ ഡോർമെട്രിയിലായിട്ട് എത്തുന്നതാണ്. അവിടെയായിട്ട് രണ്ട് പെങ്കുച്ചുങ്ങളെ കാണും. അവളുമാർക്കാണെങ്കിൽ നമ്മുടെ ഷിയാനെ നന്നായിട്ട് അറിയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഷിയാൻ അവിടെ കിടന്ന് കാണിച്ച ആ സംഭവങ്ങളൊക്കെ നല്ലതുപോലെ വൈറലായില്ലേ, അതുകൊണ്ട് തന്നെ ഷിയാനെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ആ പെൺപിള്ളേരാണെങ്കിൽ നമ്മളെ ഷിയാൻ്റെ അടുത്ത് പറയും, നാളെയാണെങ്കിൽ ഒരു റോബോട്ടിൻ്റെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, നിന്റെ CEOയും അതേപോലെ തന്നെ ഡോങ് എന്ന് പറയുന്ന ഒരു ചെറുക്കനും അതിൽ മത്സരിക്കുന്നുണ്ട് എന്ന്. ഇത് കേൾക്കുന്ന ഷിയാന് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ അവളാണെങ്കിൽ ആ കോമ്പറ്റീഷൻ കാണാൻ വേണ്ടിയിട്ട് പോകാൻ റെഡിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം കോമ്പറ്റീഷൻ നടക്കുന്നതാണ്. അവിടെയാണെങ്കിൽ ആ ഡോങ് എന്ന് പറയുന്ന ചെറുക്കനാണ് ജയിക്കുന്നത്. ഇത് കാണുന്ന നമ്മളുടെ CEOയുടെ കൂടെ ഇരിക്കുന്ന ചെറുക്കൻ പറയും, നീ കുറച്ചുകൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് തന്നെ ഫസ്റ്റ് വരായിരുന്നു എന്ന്. എന്നാൽ നമ്മളുടെ CEOനെ സംബന്ധിച്ച് അത് വലിയ കാര്യമൊന്നും ആയിരുന്നില്ല. അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയാനാണെങ്കിൽ ആ റോബോട്ടിൻ്റെ കോമ്പറ്റീഷനിൽ ജയിച്ച ആ ബോങ് എന്ന് പറയുന്ന ചെറുക്കനില്ലേ, അവൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ CEOയുടെ നമ്പർ ചോദിക്കുന്നതാണ്. ഉടനെ തന്നെ അവൻ പറയും, നിനക്ക് ആൾ മാറിപ്പോയി, ഞാനും അവനും ഒരേ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത് എന്ന് വെച്ചിട്ട്
ഞാൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊന്നും അല്ല, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല ടേംസിലല്ല എന്ന് ഇതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സീവയാണെങ്കിൽ അവൻ്റെ റൂമിലായിട്ട് വന്നിട്ടേ ഷിയാൻ കൊടുത്ത ആ റോബോട്ടില്ലേ അതിനെ നല്ലതുപോലെ ഒന്ന് നോക്കുന്ന ആ സമയത്ത് അവനാണെങ്കിൽ അതിൻ്റെ ആ ഡ്രസ്സിൻ്റെ അകത്തുനിന്ന് ഒരു കുഞ്ഞു നോട്ട് കിട്ടും. അതെടുത്ത് വായിച്ചു നോക്കുമ്പോഴേ മനസ്സിലാവുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിയാൻ്റെ ബ്ലോഗില്ലേ അതിൻ്റെ പാസ്വേഡായിരുന്നു. അങ്ങനെ നമ്മളുടെ സീവയാണെങ്കിൽ ആ ബ്ലോഗ് ഓപ്പൺ ചെയ്ത് വായിക്കാൻ തുടങ്ങും. അവനത് വായിക്കുന്നതും ഭയങ്കര സങ്കടമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അതിലെ നമ്മളുടെ സീവ ഇങ്ങനെ നടന്നു വന്നിട്ട് മറ്റേ അവൻ്റെ പുറകെ കിടക്കുന്ന പെണ്ണില്ലേ അവളാണെങ്കിൽ സീവനെ പിടിച്ചെടുത്ത് സംസാരിക്കുന്നത്. എന്നാൽ സീവയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അവൻ അവിടെ നിന്ന് മാറി എങ്ങ് പോവും. എന്നാൽ ഇത് നമ്മളുടെ ഷിയാൻ്റെ നിന്ന് നല്ലതുപോലെ കാണും. അവളാണെങ്കിൽ വിചാരിക്കും എങ്ങനെയെങ്കിലും സീവ എടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവളുമായിട്ട് കൂട്ടായാൽ മതിയെന്ന്. അങ്ങനെ നമ്മളുടെ ഷിയാൻ വന്നിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കും. എന്നാൽ ഇവളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ഷിയാൻ്റെ കയ്യിലായിട്ട് ആർട്ട് ക്ലബിൻ്റെ ഒരു പേപ്പറാണ് എടുത്തു കൊടുക്കുന്നത്. എന്നിട്ട് പറയും നീ ഇതിനകത്ത് ജോയിൻ ചെയ്യണം എന്ന്. അങ്ങനെ നമ്മളുടെ ഷിയാൻ അതിനകത്ത് ജോയിൻ ചെയ്യാൻ റെഡിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിയാൻ ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ ഷദ്ദി അവളെ വിളിക്കുന്നതാണ്. ഷദ്ദി വിളിച്ചിട്ട് പറയും എടീ ഞാനും സിക്കിയും തമ്മിലിപ്പോൾ ഭയങ്കര അടിയിലാണ്, എനിക്കറിയത്തില്ല അവനിപ്പോൾ എവിടെയാണ് പോയത് എന്ന്, നീ എന്തായിരുന്നാലും സീവ എടുത്തൊന്ന് ചോദിക്കണേ എന്ന്. ഉടനെ തന്നെ ഷിയാൻ പറയും എനിക്കറിയാൻ വയ്യ, ഞാൻ എപ്പോഴാണ് ഇനി സീവ എടുത്ത് സംസാരിക്കാൻ പോകുന്നതെന്ന്, അവനെ കാണുന്നത് പോലും ഞാനിപ്പോൾ റെയറാണ് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിയാനാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ ഡോങ്ങും ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ അവിടെ ട്രൂത്ത് ഓർ ഡെയറിൻ്റെ ഗെയിം കളിക്കും. അങ്ങനെ ബോട്ടിലാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് കറക്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഷിയാൻ്റെ അടുത്താണ്. അവളുടെ അടുത്ത് വന്നിരിക്കുന്നതും ഈ ഡോങ് ആണെങ്കിൽ ഉടനെ ചോദിക്കും നീ അന്ന് സീവനെ കണ്ട് സംസാരിച്ചില്ലേ, അപ്പോൾ അവൻ നിന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് നിൻ്റെ അടുത്ത് എന്തുവാ പറഞ്ഞത്. ഉടനെയാണ് നമ്മുടെ ഷിയാൻ അവിടെ കള്ളം പറയും. അതായത് നല്ലതുപോലെ മാർക്ക് എങ്ങനെ എടുക്കുന്നതെന്ന് അവൻ എനിക്ക് പറഞ്ഞു തന്നേന്ന്. എന്നാൽ നമ്മുടെ ഈ ഡോങ് ആണെങ്കിൽ പറയും നീ കള്ളം പറയുന്നതും വേണ്ട, സത്യം തന്നെ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന്. ഇവിടെ നമ്മളുടെ ഷിയാനാണെങ്കിൽ ഈ സത്യം പറയാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ പറയും ട്രൂത്ത് ഓർ ഡെയർ എന്നല്ലേ, ഞാൻ ഡെയർ ചൂസ് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു പാട്ട് പാടാം എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ വന്നിട്ട് പാട്ട് പാടാനായിട്ട് തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ സീവേനെ കാണിക്കും. അവനാണെങ്കിൽ ഇതേ റെസ്റ്റോറൻറ്റിൽ തന്നെ പാർട്ട് ടൈമായിട്ട് വെയിറ്ററായിട്ട് വർക്ക് ചെയ്യുവാണ്. അവനാണെങ്കിൽ നമ്മളുടെ ഷിയാൻ പാടുന്ന കാണുന്നേ അവന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അവൻ ഭയങ്കര ഇമോഷണലായി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷിയാനാണെങ്കിൽ പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ട് തിരിച്ചവളുടെ സീറ്റിൽ വന്നിരിക്കുന്നത് എല്ലാവരും അവളെ നല്ലതുപോലെ എൻകറേജ് ചെയ്യും. നീ നല്ല കിടിലമായിട്ടാണ് പാട്ട് പാടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം തന്നെ ഡോങ് ആണെങ്കിൽ ശ്രദ്ധിക്കും സീവയാണെങ്കിൽ അവിടെയായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അവനാണെങ്കിൽ നമ്മുടെ സീവനെ വിളിച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അവനെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കും. എന്നാൽ നമ്മുടെ സീവയാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ നല്ല കിടിലമായിട്ടാണ് ഹാൻഡിലൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സീവയാണെങ്കിൽ പുറത്തായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ ഷിയാൻ വരുന്നതാണ്. അവളാണെങ്കിൽ അവളുടെ കയ്യിലായിട്ട് ഒരു ക്യാനും വെച്ചിട്ടുണ്ട്. അവൾ പറയും ഇന്നലെ നീ എനിക്ക് ട്രീറ്റ് തന്നില്ലേ, ഇന്ന് ഞാൻ നിനക്ക് ട്രീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ആ ക്യാൻ എടുത്ത് അവൻ്റെ കൈ കൊടുക്കും. എന്നിട്ട് ചോദിക്കും സീവേ നിനക്ക് എന്താ പറ്റിയത്, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവൻ പറയും ഞാൻ നിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞില്ലേ നമ്മുടെ രണ്ടുപേരുടെയും വേൾഡ് ഇപ്പോൾ നല്ല ചേഞ്ച് ആയി എന്ന്. എൻ്റെ അച്ഛനാണെങ്കിൽ തീരെ സുഖമില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന്. നീ എൻ്റെ കാര്യത്തിൽ ഒരുപാട് കെയർ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് സീവയെ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കും. ഉടനെ തന്നെ നമ്മുടെ ഷിയാൻ പറയും എന്തൊക്കെയായിരുന്നാലും പാസ്റ്റ് തന്നെയാണ്, പാസ്റ്റ് നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല, അതെന്നും ഓർത്തു വയ്ക്കേണ്ട സാധനം തന്നെ. എന്നാൽ നമ്മളുടെ സീവയാണെങ്കിൽ പറയും എനിക്ക് പാസ്റ്റ് ഓർക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ബോട്ടിലില്ലേ അതങ്ങ് അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കും. എന്നാൽ നമ്മുടെ ഷിയാൻ പറയും അങ്ങനെയല്ല, പാസ്റ്റിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ചാ ക്യാൻ എടുത്ത് കൊടുക്കും. എന്നാൽ നമ്മളുടെ സീവയാണെങ്കിൽ പറയും പാസ്റ്റിനെ എനിക്ക് ഒരാവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ ക്യാൻ എടുത്ത് അവിടുത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിലായിട്ട് എടുത്തങ്ങ് ഇടും. ഇത് കാണുന്നത് നമ്മുടെ ഷിയാന് ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. എന്നാൽ നമ്മളുടെ സീവയാണെങ്കിൽ ഷിയാൻ പോയതിൻ്റെ തൊട്ട് പുറകെ തന്നെ അവൾ കൊടുത്ത ആ ക്യാനില്ലേ അതെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവൻ്റെ മാനേജർ വന്ന് അവനെ വിളിക്കും. എന്നിട്ട് പറയും ഇവിടെ വന്നൊരു കസ്റ്റമർ നിനക്കെതിരായിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സീവയ്ക്ക് ഒരു കാര്യം മനസ്സിലാവും, അതായത് അത് വേറെ ആരുമല്ല ഡോങ് തന്നെയാണ് അവനെതിരെ കംപ്ലയിൻറ്റ് ചെയ്തത് എന്ന്. അപ്പോൾ നമ്മളുടെ സീവ പറയും എനിക്ക് മനസ്സിലായി, ഇന്നത്തെ ദിവസമാണല്ലേ ഞാനിവിടെ ലാസ്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നവൻ നേരെ ഹോസ്പിറ്റലായിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ അവൻ്റെ അമ്മ ഇരിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ സീവയാണെങ്കിൽ അവനെ കൈ കിട്ടിയ പൈസ ഇല്ലേ അതെല്ലാം കൊണ്ടുവന്ന് അവൻ അവൻ്റെ അമ്മയ്ക്ക് കൊടുക്കും. അപ്പോൾ അവൻ്റെ അമ്മ ചോദിക്കും മോനെ നീ കുറച്ച് പൈസ കൈ വെച്ചേരേ എന്ന്. അപ്പോൾ നമ്മുടെ സീവ പറയും എനിക്ക് എൻ്റെ ആവശ്യമില്ല, എൻ്റെ കയ്യിൽ സ്കോളർഷിപ്പ് ഉണ്ടല്ലോ, ഞാൻ അത് വെച്ചിട്ടെല്ലാം മാനേജ് ചെയ്തോളാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മുടെ സീവയും അവൻ്റെ ഫ്രണ്ടോട് നടന്നു വരാൻ നേരത്ത് അവൻ്റെ ഫ്രണ്ടാണ് അവൻ്റെ അടുത്ത് പറയുന്നത്, അതായത് നമ്മുടെ ഷിയാൻ്റെ ഫോട്ടോസ് ഇൻ്റർനെറ്റിലൊക്കെ ഉണ്ട്, അവളെ ആരോ ഫോളോ ചെയ്ത് അവളുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എന്ന്. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഒരു പെങ്കൊച്ചിൻ്റെ അടുത്ത് നടന്നായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മളുടെ സീവയ്ക്ക് അങ്ങ് ഭയങ്കര ടെൻഷനാവും. അങ്ങനെ അവൻ ലാബിൽ വന്നിരുന്ന് എന്തോ ഒരു സംഭവം ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിയാനാണെങ്കിൽ രാത്രി സമയത്ത് ഒരിടത്ത് ഇരിക്കാൻ നേരത്ത് സീവയുടെ ഫ്രണ്ട് ഓരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സീവനെ അവളുടെ അടുത്ത് നടത്തിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ സീവയെ നടന്നു പോകുന്നതും ഷിയാൻ അവൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഇറങ്ങും. നിൻ്റെ
ലൈഫ് ഇത്രയും ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും നിന്നെ ശല്യം ചെയ്യാൻ വന്നല്ലേ. ഞാൻ ഒരിക്കലും നിനക്കൊരു ശല്യമായിട്ട് മാറത്തില്ല. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിയാൻ അവളുടെ മൈൻഡിലുള്ള കാര്യങ്ങളെല്ലാം അവരുടെ അടുത്ത് തുറന്നു പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ സീവയാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, നീ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിനെ ലവ് ആയിട്ട് ജസ്റ്റ് വിചാരിച്ച് വെച്ചേക്കുക എന്ന്. ഉടനെ തന്നെ ഷിയാൻ അവൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയും, നീ എന്ത് വിചാരിച്ചേക്കുന്നത്? ഇത്രയും വർഷവും ഞാൻ നിനക്ക് വേണ്ടി വെറുതെ കാത്തിരുന്നോ? ഇത്രയും നാൾ ഞാൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ എൻ്റെ അടുത്തും ചോദിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് നിൻ്റെ അടുത്ത് പ്രേമമാണോ അതോ വെറും അട്രാക്ഷൻ മാത്രമാണോ എന്ന്. എന്നാൽ എനിക്കിവിടെ നല്ല ഉറപ്പിച്ച് പറയാൻ പറ്റും, എനിക്ക് നിൻ്റെ അടുത്ത് ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേയും സിയുവെ പറയും, അതൊക്കെ നിൻ്റെ വെറും തോന്നല എന്ന്. അപ്പോൾ അവൾ ചോദിക്കും, നിനക്കതൊരിക്കലും തോന്നിയിട്ടില്ലേ? നീ നിന്നെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് നിൻ്റെ മനസ്സിനോട് സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യാൻ കൂടി പറ്റുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. ഷിയാൻ ഇവിടെ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കും. അതേസമയം തന്നെ സിയുവെ പറയും, ഞാൻ നിന്നെ ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേ ഷിയാൻ പറയും, നമുക്ക് എല്ലാവർക്കും അറിയാം സത്യം എന്തുവാ എന്ന്. സത്യം എന്തായിരുന്നാലും ഒരുപാട് കാലമൊന്നും മറിഞ്ഞിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അങ്ങ് ദേഷ്യം നടന്നു പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ സീവയാണെങ്കിൽ അവൻ്റെ റൂമിലായിട്ട് വരുന്നതാണ്. അവനാണെങ്കിൽ വരുന്ന വഴിയിൽ വെച്ചിട്ട് ആലോചിക്കും, അതായത് പണ്ട് നമ്മളുടെ ഷിയാൻ പറഞ്ഞിട്ടില്ലേ, നീ എപ്പോഴെങ്കിലും ഡിപ്രസ്ഡ് ആവുകയാണെങ്കിൽ ഞാൻ നിന്നെ അൺകണ്ടീഷണലി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന്. ഇതൊക്കെ ആലോചിച്ച് അവൻ വീട്ടിലായിട്ട് എത്തുന്നതും അവൻ്റെ വീടിൻ്റെ പുറത്തായിട്ട് നമ്മളുടെ സിക്കി ഇരിക്കുമായിരുന്നു. അവൻ ചോദിക്കും, നീ എന്നെ നിൻ്റെ കൂടെ നിർത്തുവോ എന്ന്. അങ്ങനെ രണ്ടുപേരുടെ അകത്ത് കയറിയിട്ട് ഡ്രിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവിടെ നമ്മുടെ സിക്കി പറയും, നിനക്കൊരു കാര്യം അറിയാവോ, ഞാനാണെങ്കിൽ ഷദ്ദിയുമായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന്. ഉടനെ തന്നെ നമ്മളുടെ സിവെ പറയും, നിങ്ങൾ ഏത് സമയം ബ്രേക്കപ്പ് ആവാറുണ്ടല്ലോ. അപ്പോൾ സിക്കി പറയാൻ തുടങ്ങും, ഇത്തവണ സീരിയസ് ആണ്, ഞാൻ അവളുടെ അടുത്ത് ബ്രേക്കപ്പ് പറഞ്ഞിട്ടാണ് ഇവിടോട്ട് ഓടി വന്നിരിക്കുന്നേ എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ സിവെ പറയും, എൻ്റെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ നല്ല സുഖമില്ല, അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്, കൂട്ടത്തിൽ തന്നെ പഠിക്കാറുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ പാർട്ട് ടൈമായിട്ട് വർക്കും ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ ലേറ്റ് ആവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീട് ഇവിടെ എടുത്തേക്കുന്നത്. എനിക്കാണെങ്കിൽ ബോയ്സ് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കേൾക്കുന്നതും സിക്കിയും അവൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങും. ഉടനെ എന്നെ സീവേ ചോദിക്കും, നീ എത്ര കാലം ഷാദിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒളിച്ചു നടക്കുമെന്ന്. അപ്പോൾ നമ്മളുടെ സിക്കി പറയും, നീ എത്ര കാലമാണോ ഷിയാൻ്റെ അടുത്ത് നിന്ന് ഇനി ഒളിച്ചു നടക്കാൻ പോകുന്നത്, അതേപോലെ തന്നെ ഞാനും ചെയ്യുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ അടുത്ത ദിവസം നമ്മളുടെ ഷിയാനാണെങ്കിൽ സീവയുടെ ആ ബെസ്റ്റ് ഫ്രണ്ടിലെ അവനെ സോപ്പിട്ടിട്ട് എങ്ങനെയെങ്കിലൊക്കെ നമ്മളുടെ സീവ ഇപ്പോൾ എവിടെയാണോ പുതുതായിട്ട് വർക്ക് ചെയ്യുന്നത് ആ സ്ഥലത്തായിട്ട് എത്തുന്നതാണ്. എന്നിട്ട് നമ്മളുടെ ഷിയാൻ പറയും, അവന് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് നീ അവനൊന്ന് കൊടുക്കുക എന്ന്. അങ്ങനെ അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. സീവയ്ക്കാണെങ്കിൽ ആ ഫുഡ് കാണുന്നതേ മനസ്സിലാവും, അതായത് ഇത് വേറെ ആരും ചെയ്തതല്ല, നമ്മുടെ ഷിയാൻ തന്നെ ചെയ്തതാന്ന്. അങ്ങനെ അവൻ വേഗം തന്നെ പുറത്തോട്ട് ഇറങ്ങി വരും. ഷിയാനാണെങ്കിൽ അവനെ കാണുന്നതിന് ഭയങ്കര സന്തോഷം. എന്നാൽ നമ്മുടെ സീവയാണെങ്കിൽ നേരെ വന്നിട്ട് ഷിയാൻ്റെ പുറകിലായിട്ട് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന ചെറുക്കനെ വന്ന് പിടിക്കും. യഥാർത്ഥത്തിൽ ഇവനും തന്നെയാണ് നമ്മളുടെ ഷിയാൻ്റെ ഫോട്ടോ എടുത്ത് ഇൻ്റർനെറ്റിലൊക്കെ പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. വേഗം തന്നെ നമ്മുടെ സീവയാണെങ്കിൽ അവൻ്റെ ക്യാമറ വാങ്ങിയിട്ട് അതിൻ്റെ മെമ്മറി കാർഡ് എടുത്തിട്ട് അവനെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞങ്ങ് വിടും. അപ്പോൾ നമ്മളുടെ ഷിയാനും നല്ലതുപോലെ ഷോക്കായിരുന്നു. അവനാണെങ്കിൽ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ രാത്രിയൊക്കെ ഇറങ്ങി നടക്കുന്നത്, ഇനി മുതൽ എന്തായിരുന്നാലും സേഫായിട്ട് നടക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സീവയാണെങ്കിൽ അവനായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തോ ഒരലാം എടുത്ത് നമ്മളുടെ ഷിയാൻ്റെ കയ്യിലായിട്ട് കൊടുക്കും. എന്നിട്ട് പറയും, വേഗം തന്നെ നീ നിന്റെ വീട്ടിലോട്ട് പൊക്കോ എന്ന്. എന്നാൽ ഉടനെ നമ്മളുടെ ഷിയാനാണെങ്കിൽ സീവ എടുത്ത് പറയാനായിട്ട് തുടങ്ങും, ഷദ്ദി എന്നെ വിളിച്ചായിരുന്നു, അവളാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സങ്കടത്തില്ല, അവൾ സിക്കീനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, നീ അവനെ പറ്റി എന്തെങ്കിലും വിവരം അറിഞ്ഞായിരുന്നോ? ഉടനെ തന്നെ നമ്മളുടെ സീവയെ പറയാൻ തുടങ്ങും, ഇവിടെ നിന്റെ ഫോട്ടോ ഒരുത്തനെടുത്ത് ഇന്റർനെറ്റിലൊക്കെ പബ്ലിഷ് ആക്കി, എന്നിട്ട് നിനക്ക് നിന്നെപ്പറ്റി ആലോചിച്ച് ടെൻഷനില്ല, നീ ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണല്ലേ ടെൻഷൻ അടിച്ച് നടക്കുന്നത്. അപ്പം നമ്മുടെ ഷിയാൻ പറയും, അങ്ങനെയല്ല എന്ന്. അവസാനം നമ്മുടെ സീവ ആണെങ്കിൽ ഷിയാന് വേണ്ടിയിട്ട് ഒരു ടാക്സി ആണെങ്കിൽ അറേഞ്ച് ചെയ്ത് അവളുടെ അടുത്ത് അതിൽ കയറി പോകാൻ പറയും. എന്നാൽ നമ്മുടെ ഷിയാൻ പറയും, എനിക്ക് നല്ല പേടിയാ എന്ന്. അവസാനം നമ്മുടെ സീവയും ഷിയാൻ്റെ കൂടെ വരും. അങ്ങനെ അവളെ ആണെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് ഇറക്കുന്നതും ഷിയാനാണെങ്കിൽ സീവ എടുത്ത് ചോദിക്കും, നിനക്കിനിയെങ്കിലും എൻ്റെ അടുത്ത് സത്യം പറഞ്ഞൂടെ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ സീവയെ പറയും, നീ എന്താ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഞാൻ എന്തായിരുന്നാലും ഈ വർഷം കൂടി കഴിഞ്ഞാൽ ഈ കോളേജിൽ നിന്ന് ഇറങ്ങും, ഞാൻ അടുത്ത വർഷം അബ്രോഡ് പോയി പഠിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് സീവ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ സീവയാണെങ്കിൽ അവൻ്റെ റൂമിലായിട്ട് വന്നിരുന്നിട്ട് സിക്കി എടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അത് കേൾക്കുന്നതും സിക്കി പറയും, നീ എന്തായിരുന്നാലും ചെയ്യുന്നത് ഇപ്പോൾ ഭയങ്കര മോശമാണ്. ഷിയാനാണെങ്കിൽ നിന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്ത് ഇവിടെമാരെ എത്തിയത്, നീ അതിൻ്റെ പുറവെ അബ്രോഡും കൂടി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ നിന്റെ തീരുമാനത്തിൽ റിഗ്രറ്റ് ചെയ്യും. ഇത് കേൾക്കുന്നേ നമ്മളുടെ സീവയാണെങ്കിൽ പറയാം, അപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുവാ, നീ റിഗ്രറ്റ് ചെയ്തില്ലേ? ഉടനെ തന്നെ സിക്കി പറയും, നീ ഞങ്ങളെ രണ്ടുപേരുടെയും കാര്യത്തിൽ വെറുതെ കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യം അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട്
കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ ഷിയാൻ അവളുടെ ആർട്സിൻ്റെ ആ ഒരു ഗ്രൂപ്പിലായിട്ട് വന്നിരിക്കുന്നതും അവിടുത്തെ സീനിയർ അവളുടെ അടുത്ത് സീവേനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടും. അങ്ങനെ അവസാനം നമ്മുടെ ഷിയാൻ അവൻ്റെ ആ ഒരു ലാബില്ലേ അവിടെയായിട്ട് എത്തും. അവിടെ വരുന്നത് നമ്മുടെ ഷിയാനാണെങ്കിൽ സീവ എടുത്ത് ചോദിക്കും, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? നീ ഇന്നലെ പറഞ്ഞ എക്സ്ക്യൂസ് ഒന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ നിൻ്റെ അടുത്ത് എന്നെ ഡേറ്റ് ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ അടുത്ത് നീ സത്യം മാത്രം തുറന്നു പറഞ്ഞാൽ മതി. നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന്. ഞാൻ അത് മാത്രമേ അറിയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ് എന്നൊക്കെ നമ്മളുടെ ഷിയാൻ പറയും. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് നമ്മളുടെ സീവയ്ക്ക് വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പറയും, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നതാണ്. അവിടെ നമ്മളുടെ ഷിയാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവിടെ നല്ലതുപോലെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കും. ഇതറിയുന്നേ നമ്മുടെ സീവ എവിടേക്ക് ഓടി വരും. എന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ ഇതിപ്പോൾ അറ്റൻഡ് ചെയ്തത് എന്ന്. അപ്പോൾ നമ്മുടെ ഷിയാൻ പറയും, ഞാൻ നിൻ്റെ കൂടെ അബ്രോഡ് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സീവയെ പറയും, നീ വിചാരിക്കുന്ന പോലെ അതത്ര നിസ്സാര കാര്യമൊന്നുമില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിനക്ക് നിൻ്റെ ആ ഒരു ആർട്സ് ഗ്രൂപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതല്ലേ. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മളുടെ ഷിയാൻ പറയും, എന്നെ സംബന്ധിച്ച് ആർട്സും ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ നീയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. ഇത്രയും പറഞ്ഞിട്ട് നമ്മളുടെ ഷിയാൻ അവിടെ നിന്നങ്ങ് പോവും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ സീവയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ പറയും, നീ ഭയങ്കര വാശിക്കാരിയാണ് എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.